നമുക്ക് രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ? അങ്ങനെ നാളത്തെ വിശേഷത്തില് കട കാണാൻ വന്ന സുധി കറങ്ങുന്ന കസേര കയറി ആസ്വദിച്ചിരിക്കണം. ആ കാഴ്ച കണ്ടുകൊണ്ട് ചന്ദ്രമതി, ശ്രുതി അവരെല്ലാരും കൂടെ അങ്ങോട്ടേക്ക് വരുവാണ്. ചന്ദ്രമതി പറഞ്ഞു, നോക്കുമ്പോളെ അവന് ഇരിക്കുന്ന കണ്ടോന്ന് പറയണം. പക്ഷെങ്കിൽ അങ്ങോട്ടേക്ക് വന്ന് സച്ചി പറഞ്ഞു, എടാ നീ എന്ത് പരിപാടിയാടാ കാണിക്കുന്നേ? കുഞ്ഞു കുട്ടികളൊക്കെ കയറുന്ന കാണിക്കുന്നുള്ളു, ഇങ്ങോട്ട് എഴുന്നേക്കടാന്ന് പറയണ. എടാ കട സ്വന്തമായിട്ട് പോലും ഇല്ല, അതിനു മുമ്പ് നീ ആ കസാര കയറുന്ന കറങ്ങേണ്ട കാര്യം ഉണ്ടോന്ന് ചോദിക്കുക. അവനോട് കട നോക്കാൻ പറഞ്ഞിട്ട് അവനെ 10,000-20,000 വില വരുന്ന ആ കസാര കയറിയിരുന്ന് കറങ്ങിക്കൊണ്ടിരിക്കുക. ഇത് കേട്ട് ഇനിയിപ്പോ ചന്ദ്രമതി പറഞ്ഞു, അതിനെ അവന്റെ സ്വന്തം ആകാൻ പോകുന്ന കടയില്ലേ, പിന്നെ അവൻ ആ കസാര കയറിയിരുന്ന എന്താ കുഴപ്പം? എന്റെ അമ്മ, അതുകൊണ്ടല്ല, കടയൊക്കെ നോക്കിക്കണ്ട് കട വാങ്ങാൻ വന്നതല്ലേ അവന്. ആ 10,000-2,000 വില വരുന്ന ആ കസാര കയറിയിരുന്നുണ്ട് വല്ല പ്രയോജനം ഉണ്ടോന്ന് ചോദിക്കുക. അത് കേട്ടപ്പം ശ്രുതിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ശ്രുതി പറഞ്ഞു, അതെ സച്ചി കൂടുതലൊന്നും പറയണ്ടെന്ന് പറയണം. അപ്പോഴേക്കും രേവതി പറഞ്ഞു, സച്ചിയേട്ടാ സച്ചിയാണൊന്നും മിണ്ടായിരിക്കാൻ പറയണം. ആ സമയത്ത് അങ്ങോട്ടേക്ക് ഓണർ വന്നു. ഓണർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്താലോ, കടയൊക്കെ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കണം. അപ്പോഴേക്കും രവീന്ദ്രൻ സുധിയോട് ചോദിച്ചു, എങ്ങനെയുണ്ടാ കട ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കാം. എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറയണം. ആ സമയം സച്ചിയോട് ഓണർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാന്ന് പറയാം. എന്നാ അങ്ങനെ ആയിക്കോട്ടെ സാറേ, ബാക്കി കാര്യങ്ങൾ ചർച്ച ചെയ്യാന്ന് പറയണം. ആ സമയത്ത് ശ്രുതി പറഞ്ഞു, അതെ ഞങ്ങൾ ഡീൽ ചെയ്തോളാം ഈ കാര്യങ്ങളൊക്കെ, സച്ചി ഇതിനകത്ത് ഇടപെടണ്ടെന്ന് പറയണം. സച്ചിക്ക് മൊത്തം അടിവേറ്റേപ്പേ ശ്രുതിയും കൂടെ ഓണറുടെ കൂടെ അങ്ങോട്ട് പോവാണ്. ആ സമയത്ത് രേവതി പറഞ്ഞു, സച്ചിയാണ് ഇങ്ങോട്ട് വരാനും പറഞ്ഞ് കയ്യെ പിടിച്ച് വലിച്ച് അങ്ങോട്ട് കൊണ്ടുപോവാണ്. സച്ചിയാണ് വല്ല ആവശ്യമുണ്ടോ അതിന്റെ? അവരെന്തേലും ചെയ്യുവോ ചെയ്യാതിരിക്കോ ഡീൽ ചെയ്യോ ഒക്കെ ചെയ്തോട്ടെ. ശരിയാ, എന്റെ റോള് കഴിഞ്ഞു, കട കൊണ്ടേ കാണിച്ചു കൊടുത്തു, ഇനിയിപ്പൊ അവരായി അവരുടെ പാടായെന്ന് പറയണം. നമുക്ക് ഇതിനകത്ത് ഒരു റോളും ഇല്ലെന്ന് പറയണം. പിന്നീട് കടയെ കണ്ട് എല്ലാരും വീട്ടിലേക്ക് വരുവാണ്. വീട്ടിലേക്ക് വന്ന് ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാനായിട്ട് ഇരിക്കുവാണ്. അപ്പൊ ചന്ദ്രമതി എല്ലാരെയും വിളിച്ചു. ആകെപ്പാടെ രേവതി സച്ചി രവീന്ദ്രനും മാത്രമാണ് കഴിക്കാൻ വന്നിരുന്നത്. രേവതിയും കൂടെ കഴിക്കാൻ ഇരിക്കുമ്പോഴത്തേനും ചന്ദ്രമതി ചോദിച്ചു, എല്ലാരും കൂടെ കയറിയിരുന്ന എങ്ങനെയാ ശരിയാന്നേ? ഇവിടെ വിളമ്പി തരാൻ ആള് വേണ്ടേന്ന് ചോദിക്കാം. രവീന്ദ്രൻ പറഞ്ഞു, ഇതെന്താ വല്ല ഹോട്ടൽ വേണോ, സപ്ലയർമാർ വേണോ? അതിന്റെ ആവശ്യമൊന്നുമില്ല, എല്ലാം ടേബിളിലുണ്ട്, ആവശ്യത്തിനുള്ള സാധനങ്ങൾ എടുത്ത് കഴിച്ചാൽ മതി എന്ന് പറയാണ്. സച്ചി പറഞ്ഞു, അത് അച്ഛൻ പറഞ്ഞ ശരിയായിട്ടുള്ള കാര്യം, രേവതി നീ അവിടെ ഇരുന്ന് കഴിച്ചോളാൻ പറയണം. ചന്ദ്രമതിക്ക് ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ ഒന്നും പറയാൻ പറ്റില്ലോ. അങ്ങനെ അവരിരുന്ന് കഴിക്കാൻ തുടങ്ങിയപ്പോഴത്തേനും ശ്രുതിയും കൂടെ അങ്ങോട്ട് വന്നു. വർഷൻ ശ്രീകാന്തും കൂടെ വരുവാണ്. ശ്രുതി വന്നിട്ട് ചോദിച്ചു, എന്താ അമ്മ കഴിക്കാനെന്ന് ചോദിക്കാം. എന്താ കഴിക്കാൻ? ചോറ്, സാമ്പാർ, തോരന് അങ്ങനെയൊക്കെയുള്ള. നോൺ വെജ് ഒന്നും ഇല്ലെന്ന് ചോദിക്കണം. നോൺ വെജ് ഒന്നും ഇല്ല. ഇതറിയുമായിരുന്നെങ്കിൽ നേരത്തെ പറയണം, ഞാൻ എന്തേലും വാങ്ങുമായിരുന്നല്ലോ എന്നൊക്കെ പറയണം. ഇത് കേട്ടപ്പോ വർഷയെ ശ്രീകാന്തും സച്ചിയൊക്കെ ചിരിക്കുകയാണ്. പിന്നീട് ശ്രുതി പറഞ്ഞു, നോൺ വെജ് ഒന്നും ഇല്ല, എനിക്ക് വേണ്ടാന്ന് പറയണം. അമ്മേ എന്റെ ആ കോട്ട് എന്തേന്ന് ചോദിക്കണം. കോട്ടോ? ഏത് കോട്ട്? ഇത് കേട്ടപ്പോ സച്ചി പറഞ്ഞു, അതെ കല്യാണ റിസപ്ഷൻ അവൻ ഇടാൻ മേടിച്ച കോട്ടിന്റെ കാര്യമായിരിക്കും പറയണേന്ന് പറയണം. അപ്പോഴേക്കും ശ്രുതി ഇങ്ങനെ നോക്കുകയാണ് ശ്രുതിയെ. ആ സമയം ശ്രുതിയോട് സച്ചി ചോദിച്ചു, അല്ല നിനക്ക് മനസ്സിലായില്ലെന്ന് ചോദിക്കുകയാണ്. അല്ല നീ ഓടിപ്പോയൊരു കല്യാണം ഉണ്ടായിരുന്നല്ലോ, ആ കല്യാണത്തെ കുറിച്ച് പറഞ്ഞെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ശ്രുതിയുടെ മുഖം അങ്ങോട്ട് മാറി. അപ്പോഴേക്ക് ശ്രുതി പറഞ്ഞു, സച്ചി വേണ്ട കേട്ടോ, ഇങ്ങനെയുള്ള വർത്താനങ്ങളൊക്കെ അങ്ങോട്ട് നിർത്തിയാക്കാൻ പറയാണ്. കണ്ടോ ഞാൻ ശ്രുതിയെ പറഞ്ഞപ്പോഴത്തേനും കൊണ്ടതാർക്ക ശ്രുതിക്കല്ലേ? ഞാൻ പറഞ്ഞ ശ്രുതിയോടാ, പക്ഷെ അതിന് മറുപടി പറഞ്ഞ ശ്രുതിയും. പിന്നീട് വർഷയോട് ചോദിച്ചു, അല്ല വർഷേ നീ സീരിയൽ ഡബ് ചെയ്യുന്നതല്ലേന്ന് ചോദിക്കും. അതെ, ഇവിടെ കണ്ടോ, ഇവിടെ ശ്രുതിയോട് എന്തേലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ശ്രുതിക്ക് വേണ്ടി കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഡബ് ചെയ്യുന്നതായിരുന്നു ആരാന്നറിയോ? ശ്രുതിയുടെ ഭാര്യ പൗഡറമ്മയാന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോ വർഷ ശ്രീകാന്തും എല്ലാരും കൂടെ ചിരിക്കണം. ശ്രുതി ആകെപ്പാടെ നാണം കിട്ടുപോയി. ആ സമയത്ത് രവീന്ദ്രൻ ചോദിച്ചു, എന്തിനാടാ നിനക്ക് ഈ കോട്ട് സൂട്ടൊക്കെ ഇപ്പൊ എന്തിനാന്ന് ചോദിക്കാം. അത് പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാനെന്ന് പറയാം. ഫോട്ടോസോ? അച്ഛാ ഫോട്ടോഷൂട്ട് നടത്താനാന്ന് പറയാം. എടാ നീ ഇപ്പൊ ഫോട്ടോഷൂട്ട് നടത്തുന്നത് എന്തിനാ? നിന്റെ കല്യാണമൊക്കെ കഴിഞ്ഞല്ലേന്ന് ചോദിക്കണം. അതല്ലച്ചാ, ഒരു ഫോട്ടോ എടുത്തിട്ട് അത് കടയിൽ വെക്കാനാന്ന് പറയാം, ഫ്ലെക്സ് പോലെ. കടയിൽ വെക്കാനാ? എടാ അതിന് നീ വല്ല തുണിക്കടയാണോ നടത്തുന്നതെന്ന് സച്ചി ചോദിക്കുവാണ്. തുണിക്കടയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ പരസ്യം വെക്കുമല്ലേ എന്ന് പറഞ്ഞാൽ അത് വല്ലതാണോന്ന് ചോദിക്കുവാണ്. സ്യൂട്ടൊക്കെ ഇട്ട് അടിപൊളിയായിട്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പം രവീന്ദ്രൻ ചോദിച്ചു, അതല്ലേലും ശരിയാണല്ലോ, എടാ ഹോം അപ്ലയൻസ് കടയിൽ എന്തിനാടാ നിന്റെ ഫോട്ടോ വെക്കണമെന്ന് ചോദിക്കുക. അച്ഛാ അങ്ങനെയൊക്കെ വെക്കണം, അതൊക്കെ ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് നിൽക്കണമെന്ന് പറയാം. എന്റെ ദൈവമേ, ഇങ്ങനെ പോയിട്ടാണെങ്കിൽ ഇവന് എന്തൊക്കെ ചെയ്യുമെന്ന് അറിയത്തില്ല. ആ സമയത്ത് ചന്ദ്രമതി പറഞ്ഞു, എടാ മോനെ ഞാൻ ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് വന്ന് നോക്കിയെടുത്ത് തരാന്നൊക്കെ പറയണം. അപ്പോഴേക്കും രേവതി സച്ചിയോട് പറഞ്ഞു, സച്ചിയേട്ടനൊന്നും മിണ്ടായിരിക്കാവോ, വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കേണ്ടെന്ന് പറയണം. ആ സമയത്ത് ശ്രുതി പറഞ്ഞു, അതെ കോട്ടിന്റെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ ശ്രുതി, പേര് തീരുമാനിച്ചോന്ന് ചോദിക്കുകയാണ്. ഇത് നല്ലൊരു പേര് കിട്ടിയോന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ ശ്രുതി പറഞ്ഞു, ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ലെന്നൊക്കെ പറയണം. അപ്പോഴേക്കും രേവതി പറഞ്ഞു,
ഇങ്ങനെ ഒരു കടകളൊക്കെ തുടങ്ങുന്ന സമയത്ത് നമ്മുടെ വീട്ടിലുള്ള കാർന്നുമാരുടെ പേര് ഇടുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. ഇവിടെ ഇപ്പം അച്ഛമ്മയല്ല ഏറ്റവും മുതിർന്നേ, അപ്പൊ അച്ഛമ്മയുടെ പേര് കടയ്ക്ക് ഇടുവായിരുന്നെങ്കിൽ അത് നല്ല അല്ല അച്ഛാന്ന് രവീന്ദ്രനോട് ചോദിക്കുകയാണ്. ഇത് രേവതി രവീന്ദ്രനോട് പറഞ്ഞു കഴിഞ്ഞപ്പോ ശ്രുതി ഒന്ന് പരസ്പരം നോക്കുവാണ്. ആ സമയം രവീന്ദ്രൻ പറഞ്ഞു അത് നല്ല കാര്യം തന്നെയാ, ആ പേരിടുവാണെങ്കിൽ നല്ല ഐശ്വര്യമുള്ള പേരാന്ന് പറയാ. ശ്രുതി പറഞ്ഞു എന്ത് കലാവതി എന്നോ, അതാണോ അച്ഛൻ നല്ല ഐശ്വര്യമുള്ള പേര്? അയ്യോ എനിക്കെങ്കിലും ഇഷ്ടമില്ലെന്ന് പറയണ. കലാവതി ഹോം അപ്ലയൻസസ്, ഓ അതൊന്നും ശരിയാകത്തില്ല, സെറ്റ് ആവില്ല എന്ന് പറയണ. ചന്ദ്രമതി പറഞ്ഞു അതെ അതൊന്നും ശരിയാകത്തില്ല എന്ന് പറയാണ്. ആ സമയത്ത് സച്ചി പറഞ്ഞു എന്റെ അഭിപ്രായത്തിൽ അതൊക്കെയാ നല്ലത്, ആ കാരണന്മാരുടെ പേരൊക്കെ ഇടുന്നതായിരിക്കും നല്ലത്, നല്ല ഐശ്വര്യം ഉണ്ടായിരിക്കും എന്ന് പറയണം. ആ സമയം ശ്രുതി പറഞ്ഞു ഞങ്ങളുടെ കടയ്ക്ക് എന്ത് പേരിടണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം എന്ന് പറയണം. രവീന്ദ്രൻ പറഞ്ഞു ആ നിങ്ങൾ എന്താന്ന് വെച്ചാൽ തീരുമാനിച്ചോ, നിങ്ങളുടെ കടയിലെ നിങ്ങളുടെ ഇഷ്ടം എന്താ വെച്ചാൽ നിങ്ങൾ ചെയ്തോളാൻ പറയണം. ആ സമയത്ത് ശ്രുതി പറഞ്ഞു കുറെ പേരുകളൊക്കെ നോക്കി പക്ഷെ ഒന്നും അങ്ങോട്ട് സെറ്റ് ആവുന്നില്ലെന്ന് പറയണം. അപ്പോഴേക്കും ചന്ദ്രമതിയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി. ചന്ദ്രമതി ഓർത്തോണ്ടിരുന്ന ചന്ദ്രമതി ഹോം അപ്ലയൻസസ് എന്ന് പേരിടുമെന്നാ വിചാരിച്ചുകൊണ്ടിരുന്നേ. കാരണം ഇതിനു മുമ്പത്തെ ബ്യൂട്ടി പാർലറിനൊക്കെയാണ് ചന്ദ്രമതിയുടെ പേരിൽ ഇട്ടിരുന്നേ. പക്ഷെ അങ്ങനെ ഇടുമെന്ന് വിചാരിച്ചിരുന്ന, പക്ഷെ അത് ഇല്ലല്ലോ എന്ന് ഓർത്തപ്പോൾ ചന്ദ്രമതിക്ക് ഭയങ്കര ടെൻഷൻ. ചന്ദ്രമതി ശ്രുതിയോട് ചോദിച്ചു എടാ പുതിയ പേര് കണ്ടുപിടിക്കുകയാണെന്ന് ചോദിക്കും. അതേമേ കുറെ പേര് സെർച്ച് ചെയ്തു, ഒന്നും അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല, അപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്നൊക്കെ പറയണം. സച്ചി നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ആഹാരം കഴിക്കുന്നൊക്കെ നിർത്തിയിട്ട് ചന്ദ്രമതി ആകെപ്പാടെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. രവീന്ദ്രൻ പറഞ്ഞു ഇതേ ചന്ദ്രേ നീ കഴിപ്പ് നിർത്തേണ്ട കാര്യമില്ല, അവരുടെ കടയ്ക്ക് അവരിഷ്ടമുള്ള പേരിട്ടുള്ളൂ, നീ കഴിക്ക്, നീ അവരെ നോക്കി നിൽക്കേണ്ട കാര്യമൊന്നും ഇല്ലാന്ന് പറയണം. ചന്ദ്രമതിക്ക് കഴിക്കണോ ഇരിക്കണോ എന്നറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി. ആ സമയത്ത് ശ്രുതിയും കൂടെ മുറിയിലേക്ക് എന്ന് വെച്ചിട്ട് ശ്രുതി പറഞ്ഞു കുറെ പേരുകൾ നോക്കി, ഷോർട്ടായിട്ട് പേര് വേണം താനും, നല്ല ഭംഗി ഉണ്ടായിരിക്കണം താനും, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, ഒന്നും അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല ശ്രുതി എന്ന് പറയാ. ശ്രുതി പറഞ്ഞു എന്ത് ചെയ്യാനാ നോക്കാം, സമയമുണ്ടല്ലോ എന്ന് പറയണം. സമയമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ, എത്രയും പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ ഓക്കെ ആക്കണ്ടേന്ന് ചോദിക്കുക. അങ്ങനെയാണ് ഒരു കാര്യം ചെയ്താലോ, നമ്മുടെ രണ്ടുപേരുടെയും പേരിന്റെ ആദ്യത്തെ അക്ഷരം വെച്ച് ഒരു പേരിട്ടാലോ ശ്രുതിന്ന് ചോദിക്കുക. അതെ ശ്രുതി നിനക്കൊരു കാര്യം അറിയാവോ, ഇപ്പം രേവതിയുടെ സച്ചിയുടെ ആദ്യത്തെ അക്ഷരം വെച്ചിട്ടാണ് അവർ കാറിനും സ്കൂട്ടിക്കൊക്കെ പേരിട്ടേക്കുന്നത്. നമ്മൾ ഇനി അങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ അവര് പറയും അവരെ കോപ്പി അടിച്ചെന്ന് പറയില്ലേ. ഓ അത് ശരിയാണല്ലോ, അപ്പൊ അത് വേണ്ടാന്ന് പറയണം. അന്ന് ഒരു കാര്യം ചെയ്യാം, നിന്റെ അച്ഛന്റെ പേരിട്ടാലോ, നിന്റെ അച്ഛൻ പൈസ തന്നാന്നും പറഞ്ഞോണ്ടല്ലേ. ഓ അത് വേണ്ട, കാരണം അച്ഛനില്ലല്ലോ അവൾക്ക്, കാരണം എന്റെ അച്ഛനല്ലോ പൈസ തന്നേക്കുന്നേ, പൈസ ആളുടെ തന്ന ആളുടെ പേരിടണം കുഴപ്പമില്ലോ എന്ന് പറയണം. അങ്ങനെയാണെങ്കിൽ നമുക്കേ അവളുടെ പേരിടാം, നീലിമയല്ലേ പൈസ തന്നേന്ന് ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ചാടി എഴുന്നേറ്റു ശ്രുതി എഴുന്നേറ്റിട്ട് ചോദിച്ചു ഓഹോ അപ്പൊ നിനക്ക് ഇപ്പോഴും നിന്റെ മനസ്സിൽ ആ പേരുണ്ടല്ലേ, നിനക്ക് ആ മനസ്സിൽ നിന്ന് ആ പേര് കളയാൻ സമയമായിട്ടില്ലല്ലേ ശ്രുതി എന്ന് ചോദിച്ചു. ശ്രുതിയുടെ കൈക്കുട്ടി അടിയടിക്കുവാണ്. അയ്യോ പൈസ തന്ന അവളാണല്ലോ, അതോർത്തോണ്ട് ഞാൻ അങ്ങോട്ട് പറഞ്ഞു പോയതാ, വേറൊന്നും ഓർത്തേ ഇല്ലെന്ന് പറയാം. അതെ എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ടെന്ന് പറയണം. അവസാനം ആലോചിച്ചിട്ട് ശ്രുതി പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, അമ്മയുടെ പേരിടാം, ചന്ദ്രമതി നിടാന്ന് പറയണം. ആ സമയത്താണ് സച്ചി ആഹാരം കഴിച്ചിട്ട് മുറിയുടെ അരയുടെ വരുന്നത്. അപ്പൊ അമ്മയുടെ പേര് കേട്ട് കഴിഞ്ഞപ്പോ സച്ചി പെട്ടെന്ന് അവിടെ വന്നു. ഈ സമയത്ത് സച്ചിക്ക് മനസ്സിലായി അമ്മയെക്കുറിച്ചുള്ള ചർച്ചയാണ് നടന്നുകൊണ്ടിരിക്കണമെന്ന്. അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു അത് ശരിയാകത്തില്ലെന്ന് പറയണം, അമ്മയുടെ പേരിട്ടാ ശരിയാകത്തില്ലെന്ന് പറഞ്ഞു. ആ സമയം സച്ചി പതുക്കെ ഫോണെടുത്ത് റെക്കോർഡ് ചെയ്യാണ് പുറത്ത് നിന്നിട്ട്. ഈ സമയം ശ്രുതി ചോദിച്ചു അതെന്താ വേണ്ടാന്ന് പറഞ്ഞേ. അമ്മയുടെ പേര് ഐശ്വര്യം ഇല്ലാത്ത പേരാ, ആദ്യം നിന്റെ ബ്യൂട്ടി പാർലറിന് ആ പേരിട്ടു, ആ നിലനിന്നോ ഇല്ല, അതിനുശേഷമോ രേവതിയുടെ പൂക്കടയ്ക്ക് പേരിട്ടു, ആ പൂക്കട കോർപ്പറേഷൻകാർ ആ വണ്ടി വരെ സഹിതം കൊണ്ടുപോയില്ലേ, ഒന്നും അങ്ങോട്ട് കിളിച്ചു പിടിക്കുന്നില്ലാത്ത പേരാ, അതുകൊണ്ട് ഐശ്വര്യം ഇല്ലാത്ത പേരൊന്നും നമ്മൾ കടയ്ക്കേണ്ട കാര്യമില്ല എന്ന് പറയണം. അത് കേട്ടപ്പം ശ്രുതിക്ക് വിഷമം. അങ്ങനെയൊന്നും പറയില്ല ശ്രുതി, ഐശ്വര്യം ഇല്ലാത്ത പേരെന്നൊക്കെ കേട്ടാ ആന്റി കേട്ടാ എന്ത് വിചാരിക്കുന്നു ചോദിക്കുക. ഞാൻ ഉള്ള കാര്യമാണ് പറഞ്ഞേ, വേറെ ഏതെങ്കിലും പേരിടണം, വേറെ ഏതെങ്കിലും പേര് കണ്ടുപിടിക്കണമെന്ന് പറയണം. അപ്പോഴേക്കും സച്ചി കഥകം തള്ളി തുറന്ന് അങ്ങോട്ട് കയറി ചെല്ലുവാണ്. ഈ സമയം ശ്രുതി ചോദിച്ചു ഇതെന്താ സച്ചി മുറിയിലേക്ക് കയറി വരുന്ന ഒരു മുന്നറിയിപ്പ് ഇല്ലാതെ ചോദിക്കും. അതെ മുറിയിലേക്ക് കയറി വരാനായിട്ട് വലിയ മുന്നറിയിപ്പിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല എന്ന് പറയണം. ആ സമയത്ത് ശ്രുതി ചോദിച്ചു നീ എന്തിനാണ് എങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുകയാണ്. എന്തിനാന്നോ, ഞാൻ കടയുടെ പേരിടുന്നതിനെ കുറിച്ച് പറയാൻ വന്നാന്ന് പറയണം. അപ്പോഴേക്കും രേവതിയും പുറത്തു വന്നു. രേവതി അവർ സംസാരിക്കുന്നത് കേട്ടോണ്ട് നിൽക്കുകയാണ്. കടയുടെ പേരിടുന്നതിനെ കുറിച്ചോ? അതെ കടയ്ക്ക് പേരിടണമെന്ന് പറഞ്ഞില്ലേ. ഇത് കേട്ട് കഴിയുമ്പോൾ ശ്രുതി പറഞ്ഞു അത് ഞങ്ങൾ തീരുമാനിച്ചോളാം, ഞങ്ങളുടെ കടയല്ലേ, എന്ത് പേരിടണമെന്ന് ഞങ്ങളാ തീരുമാനിക്കണമെന്ന് പറയും. അപ്പോഴേക്ക് ശ്രുതി പറഞ്ഞു അപ്പോഴേക്ക് സച്ചി പറഞ്ഞു ആയിക്കോട്ടെ നിങ്ങളുടെ കട എല്ലാ കാര്യങ്ങളും ഓക്കെ, പക്ഷെ എങ്കിൽ കടയുടെ പേര് ഞാൻ പറയുന്നിടണമെന്ന് പറയാ. എന്ത് പേര്? ചന്ദ്രമതി എന്നുള്ള പേര്. ചന്ദ്രമതിയോ? ഈ സമയത്ത് ശ്രുതിക്കാണെ വല്ലാത്തൊരു ഞെട്ടലായിരുന്നു. ആ പേരിന് എന്താടാ കുഴപ്പം, അമ്മയുടെ പേരിലെന്ന് നിൽക്കും. അതൊന്നും ശരിയാകത്തില്ല എന്ന് പറയണം. അത് ശരിയാകത്തില്ലെന്ന് നിന്നോടാരാ പറഞ്ഞേ? എനിക്കറിയാം, ആ പേരിട്ടാ സെറ്റ് ആവത്തില്ല എന്ന് പറയണം. എടാ അമ്മ നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് നിനക്കറിയാലോ. കാരണം ഈ കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ അമ്മ സ്നേഹിക്കുന്നത് നിന്നെയാണ്.
നിനക്ക് വേണ്ട ചിലപ്പോൾ അമ്മ ജീവിക്കുന്നതെന്ന് പോലും തോന്നും. ഇപ്പോഴാണെങ്കിലും നീ എന്ത് പറഞ്ഞാലും അമ്മ അതെല്ലാം അനുസരിക്കില്ലേ? നീ പറയുന്ന പോലെ തന്നെ നിനക്ക് എന്ത് വെച്ച് വിളമ്പണല്ലോ അമ്മ അതെല്ലാം ഉണ്ടാക്കി പെറുക്കി തരത്തില്ലേ? എന്നിട്ട് നീ ഒരു സ്നേഹം പോലും ഇല്ലാതെ അമ്മയുടെ പേര് ഐശ്വര്യക്കേടാന്ന് പറയാ നിനക്ക് എങ്ങനെ തോന്നിയടാന്ന് ചോദിക്കുവാണ്. ഇത് കേട്ടപ്പോൾ ശ്രുതി പറഞ്ഞു, അല്ല സച്ചി, അത് പിന്നെ ഞാൻ, അതെ, ഒരു കാര്യം ഞാൻ പറയാം. അമ്മയുടെ പേര് നിനക്ക് ഇടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ അമ്മയോട് എന്ന് പറയാം. നീ അമ്മയെ അപമാനിച്ചു അങ്ങനെയൊക്കെ പറയാന്ന് പറയാം. ഇത് കേട്ടപ്പോൾ ശ്രുതി പറഞ്ഞു, പിന്നെ നീ പറഞ്ഞ അമ്മ വിശ്വസിക്കത്തൊന്നും ഇല്ലാന്ന് പറയണം. വിശ്വസിക്കത്തില്ലേ? എൻ്റെ കയ്യിൽ തെളിവുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മുമ്പ് റെക്കോർഡ് ചെയ്ത് ആ ഓഡിയോ അങ്ങോട്ട് കേൾപ്പിച്ചു കൊടുക്കുകയാണ്. അത് കേട്ടപ്പോൾ ശ്രുതി പറഞ്ഞു, ഓഹോ, അപ്പം മറിഞ്ഞിരുന്ന് വീഡിയോ ഷൂട്ട് ചെയ്യുമായിരുന്നല്ലേ എന്ന് ചോദിക്കുകയാണ്. ശ്രുതി പറഞ്ഞു, ഇതെന്താളും മോശമായി പോയി കേട്ടോ സച്ചി എന്ന് പറയാണ്. മോശം? അതെങ്ങനെ മോശം? ഞാനേ വേറെ ആരുടെ ഒന്നും കാര്യമില്ലല്ലോ, അമ്മയുടെ കാര്യമല്ലേ. അമ്മയുടെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ മാത്രം ഞാൻ ഷൂട്ട് ചെയ്തേ. നിങ്ങളുടെ പേഴ്സണൽ കാര്യമാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ലായിരുന്നു. ഇതിപ്പോ അമ്മയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അമ്മ എൻ്റെ അമ്മയും കൂടെ അല്ലേന്ന് ചോദിക്കുക. എന്നിട്ട് ചോദിച്ചു, നിനക്കൊക്കെ എങ്ങനെ തോന്നി ഇങ്ങനെ ചെയ്യാനായിട്ട്? അമ്മയൊക്കെ നിന്നെ ഇത്രയധികം സ്നേഹിച്ചിട്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പം ഒടുവിൽ ശ്രുതി പറഞ്ഞു, അതെ, അമ്മയോട് ഇപ്പൊ തൽക്കാലത്തേക്ക് പറയാനൊന്നും പോണ്ട, അമ്മയുടെ പേര് തന്നെ ഇടാം ശ്രുതി എന്ന് പറയണ. അല്ല, അത് പിന്നെ ശ്രുതി അത് മതി, ചന്ദ്രമതി എന്നുള്ള പേര് മതി, ആ പേര് കടയ്ക്ക് മതി എന്ന് പറയണ. അപ്പോഴേക്ക് സച്ചു പറഞ്ഞു, നിന്റെ ഭാര്യയ്ക്ക് വിവരമുണ്ട്, അതുകൊണ്ടല്ലേ ഇങ്ങനെയെന്നൊക്കെ പറയണ. ഇതൊക്കെ കേട്ടോണ്ട് രേവതിക്കൊന്നും മനസ്സിലായില്ല. രേവതി പിന്നീട് മുറിയിലേക്ക് എന്ന് ഇച്ചിരി കഴിയുമ്പോഴത്തേന് സച്ചി അങ്ങോട്ടേക്ക് വരുവാണ്. സച്ചി വന്ന് കഴിഞ്ഞപ്പോഴത്തേന് രേവതി പറഞ്ഞു, സച്ചേട്ടാ, എനിക്ക് സച്ചേട്ടനെ മനസ്സിലാകുന്നില്ലെന്ന് പറയണ. അതെന്താ? ഒരു 200 പേജിന്റെ നോട്ട്ബുക്ക് വാങ്ങണമെന്ന് പറയണ. നോട്ട്ബുക്ക് അതെന്തിനാ? അല്ല, സച്ചേട്ടനെ കുറിച്ച് എനിക്കൊന്ന് പഠിച്ചെഴുതാനാന്ന് പറയണ. ഇത് കേട്ടപ്പോൾ സച്ചി പറഞ്ഞു, ഏയ്, 200 പേജിന്റെ നോട്ട്ബുക്കും തികയത്തില്ല എന്ന് പറയാം. അതെന്താ? എന്നെ കുറിച്ച് പഠിച്ചെഴുതാനാണെങ്കിൽ നീ കുറെ എഴുതുമെന്ന് പറയണ. അത് കേട്ടുകഴിഞ്ഞപ്പോൾ രേവതി ഇരിച്ചു. എന്നാലും എനിക്ക് മനസ്സിലാത്ത കാര്യം, എല്ലാ വീട്ടിലും സാധാരണ ഇതിൽ അമ്മമാരാണെങ്കിൽ മക്കളെയൊക്കെ വഴക്ക് പറയും, അതുപോലെ തന്നെ സ്നേഹിക്കുകയും ചെയ്യും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. അമ്മ ചീത്ത പറയുന്നതല്ലാതെ അമ്മ ഇതുവരെയായിട്ട് സച്ചേനെ സ്നേഹിച്ച് ഞാൻ കണ്ടിട്ടില്ല. ഞാനിവിടെ വന്നു കേട്ട് ഇത്രയും നാളായി, ഇന്ന് വരെ കണ്ടില്ല. പക്ഷെ അമ്മയെന്ന് പറഞ്ഞ സച്ചേണ് അത്രയ്ക്ക് ജീവനാ. എന്താ സച്ചേട്ടാ അങ്ങനെയെന്ന് ചോദിക്കുകയാണ്. ഒരു നിമിഷം സച്ചി എന്ത് മറുപടി പറയണമെന്ന് അറിയത്തില്ലാതെ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ്. ഈ സമയത്ത് രേവതി പറഞ്ഞു, എനിക്കറിയാം സച്ചേട്ടൻ്റെ മനസ്സിൽ എന്തോ ഒരു വിഷമമുണ്ട്, അതുകൊണ്ടാണ് സച്ചേട്ടൻ ഇങ്ങനെയൊക്കെ പറയണേ പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നത്. എന്താ കാര്യം എന്താണെന്ന് അറിയത്തില്ല. ഞാനെന്ന് ചോദിച്ചോട്ടെ, ഈ കുടുംബത്തിൽ മുമ്പ് എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, അതെന്താന്ന് സച്ചേട്ടൻ അറിയാം. ആ കാര്യം എന്താണെങ്കിലും എന്നോട് പറ, എന്നോട് പറയാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ എന്നോട് പറ എന്ന് പറയാണ്. ഇത് കേട്ടപ്പം സച്ചി പറഞ്ഞു, ഏയ്, ഒന്നുമില്ലാന്ന് പറയാം. അതെന്താ? ഒന്നുമില്ല രേവതി, എനിക്ക് തലവേദന എടുക്കുന്നുണ്ട്, നീ ഒരു ഗ്ലാസ് കാപ്പി തരാൻ പറയാണ്. രേവതിക്ക് മനസ്സിലായി തന്നോട് എന്തോ കാര്യം പറയാനുണ്ട്, പക്ഷെ അത് പറയാതിരിക്കാനായിട്ടാണ് സച്ചിയാണ് ഈ അടവൊക്കെ എടുക്കണേന്ന്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണുന്നേ. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.